നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ CISF ഉദ്യോഗസ്ഥനെതിരെ നേരത്തെയും പരാതി ലഭിച്ചിരുന്നതായി പോലീസ്. മദ്യലഹരിയിൽ കാറിടിപ്പിച്ചെന്നും അസഭ്യം പറഞ്ഞെന്നും ആരോപിച്ച് സിയാൽ സിറ്റി റെസിഡൻസ് അസോസിയേഷനാണ് പരാതി നൽകിയത്. അതേസമയം പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി വിനയ ചേരുന്നുണ്ട്. വിനയ, എന്തെല്ലാമാണ് ഇപ്പോൾ ലഭ്യമാകുന്ന കൂടുതൽ വിവരങ്ങൾ? നെടുമ്പാശ്ശേരിയിലെ CISF ഉദ്യോഗസ്ഥർക്കെതിരെ മുൻപും സമാനമായ രീതിയിൽ പരാതി ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച്. പ്രധാനമായും നായത്തോട്ടിൽ താമസിക്കുന്ന ഈ CISF ഉദ്യോഗസ്ഥർ ആക്രമിച്ചെന്നായിരുന്നു പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണ സമയത്ത് മദ്യപിച്ചെത്തിയ CISF പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ ഒരു പരാതി വന്നിരിക്കുന്നത്. 2 വർഷം മുൻപാണ്, അതായത് 2023 ഏപ്രിലിലാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത്. നിലവിൽ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളടക്കം ശേഖരിച്ചു വരുന്നതിനിടെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള പരാതികൾ മുൻപും ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത്. 2023 നടന്ന സംഭവമാണ്. അന്ന് ഈ പരാതി ഒത്തുതീർപ്പാക്കുന്ന നിലയിലേക്ക് അടക്കം തന്നെ പോയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സിയാൽ സിറ്റി റെസിഡൻസ് അസോസിയേഷന് ഈ നാട്ടുകാർ പരാതി നൽകുകയും എന്നാൽ പിന്നീട് അത് ഒത്തുതീർപ്പാക്കുകയും ചെയ്യുകയായിരുന്നു. അതേസമയം തന്നെ ഇതിനെ വാഹനം പിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് ഇന്ന് നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം അവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. രണ്ടുപേരും ഇപ്പോൾ 14 ദിവസത്തെ 2 ആഴ്ചത്തെ റിമാൻഡിൽ കഴിയുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നടക്കം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസമാണെങ്കിലും പോലീസ് സ്റ്റേഷനിലും കോടതിയിലും മറ്റും ഹാജരാക്കിയപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയായിരുന്നു ഈ പരിസരങ്ങളിലടക്കം നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഘർഷ സാധ്യതകളടക്കം കണക്കിലെടുത്തുകൊണ്ട് വലിയ സുരക്ഷയിൽ തന്നെയായിരിക്കും ഈ പ്രതികളെ തെളിവെടുപ്പിന് മറ്റും കൊണ്ടുപോവുക എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും തെളിവെടുപ്പിന് മറ്റും കൊണ്ടുപോവുക. ആ സമയത്തും വലിയ സുരക്ഷയിൽ തന്നെയായിരിക്കും ഈ പ്രതികളെ കൊണ്ടുപോവുക. ശരി, നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ CISF ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെയും പരാതി ലഭിച്ചിരുന്നതായാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. വിനയാണ് വിവരങ്ങൾ നൽകിയത്.